തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ രാഷ്ട്രീയ മാറ്റത്തെ ബി.ജെ.പി. വലിയ തലത്തിലാണ് ദേശീയ തലത്തിൽ ആഘോഷിക്കുന്നത്. പല നേതാക്കളും പ്രകാശ് ജാവദേക്കർ, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള പല നേതാക്കളും കേരള നേതൃത്വത്തെ അഭിനന്ദിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശ്രീ യുവരാജ് ഗോകുൽ, അങ്ങനെ വളരെ പടിപടിയായുള്ള ഒരു മുന്നേറ്റമാണ് ബി.ജെ.പി. തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചത്. ആദ്യം ഒരു 6 സീറ്റ്, പിന്നീടത് 35 സീറ്റിലേക്ക് വരികയാണ്. പിന്നീട് ഇപ്പോൾ 50 സീറ്റിൽ എത്തി നിൽക്കുന്നു. അതായത് ഒരു കോർപ്പറേഷന്റെ പകുതിയും ബി.ജെ.പിക്ക് അനുകൂലമായി വിധിയെഴുതുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അത് നമ്മുടെ വളരെ കൃത്യമായ ബി.ജെ.പിക്ക് മാത്രം അവകാശപ്പെട്ട ആ വിജയം ബി.ജെ.പിയുടെ വോട്ടുകളാണ്. പക്ഷേ അപ്പുറത്ത് നോക്കൂ, നമുക്കറിയാം ഈ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI, പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റു രൂപങ്ങൾ, ഇവരെയെല്ലാം ഒരുമിച്ച് ഏകോപിപ്പിച്ചുകൊണ്ട് ബി.ജെ.പി. പേടിയിൽ നിന്നും ബി.ജെ.പി. ശക്തി കൂട്ടാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം അടവുകളാണ് LDFും UDFും ഈ തെരഞ്ഞെടുപ്പിൽ കൈക്കൊണ്ടത് എന്ന് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അപ്പോൾ ആ ഗൂഢശ്രമങ്ങൾ അപ്പുറത്ത് നിൽക്കുമ്പോഴാണ് ബി.ജെ.പി. മിന്നുന്ന വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. UDFിൻ്റെ വിജയത്തെ അത്രയ്ക്ക് നിസ്സാരമായി, നിഷ്കളങ്കമായി നമുക്ക് കാണാൻ കഴിയുമോ യുവരാജ്? ഇല്ല, ഞാൻ അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം BJP ഈ പറയുന്ന പോലെ ഏതെങ്കിലുമൊക്കെ ശക്തികളുടെ സഹായത്തോടു കൂടി മാത്രം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല. ഇപ്പോൾ 2005 നമുക്ക് 0 സീറ്റ്, പക്ഷേ 17 ഇടത്ത് ഞങ്ങൾ 22 ഇടത്ത് ഞങ്ങൾ 2ാം സ്ഥാനത്തായിരുന്നു 2005. അന്ന് പറയുന്ന പോലെ കേന്ദ്ര ഭരണമില്ല, ഈ പറയുന്ന ഗ്ലാമറില്ല, പണക്കൊഴുപ്പില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണത്. 2010 നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ 6 സീറ്റ് ജയിക്കുകയും 17-ലധികം സീറ്റുകളിൽ നമ്മൾ 2ാം സ്ഥാനം. അന്നും ഈ പറയുന്ന പോലെ കേന്ദ്ര ഭരണമൊന്നുമില്ല. 2015 നമ്മൾ 35 സീറ്റ് നേടി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു വലിയ മുന്നേറ്റം. അന്ന് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഭരണം നഷ്ടപ്പെട്ടു പോകുന്നത്. ചെറിയ വ്യത്യാസം മാത്രമാണ് ഇടതുപക്ഷമായിട്ടൊന്നുണ്ടായിരുന്നത്. 2020 എത്തുന്ന സമയത്ത് ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന ഒരു 10 സീറ്റ് പോയതുകൊണ്ട് മാത്രമാണ് അന്ന് 35, അല്ലെങ്കിൽ അന്ന് 45 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തുന്നതാണ്. ഇത്തവണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ 2015 2020 ഞങ്ങൾ ഫേസ് ചെയ്തൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജമാഅത്തെ ഇസ്ലാമി, SDPI പോലെയുള്ള സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് പ്രാദേശികമായി സഖ്യങ്ങൾ ഉണ്ടാക്കി. അവിടെ CPM ആണ് ജയിക്കേണ്ടതെന്നുണ്ടെങ്കിൽ CPM, അല്ല കോൺഗ്രസുമായിട്ടാണ് BJP ഫൈറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്, അങ്ങനെ വോട്ട് മറിച്ച് BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുക, വാർഡ് അടിസ്ഥാനത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ വന്നപ്പോഴേക്ക് അതിനെ കുറച്ചുകൂടി ടാക്ടിക്കലി മറികടക്കുവാൻ വേണ്ടിയിട്ട് BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് സാധിച്ചു എന്നുള്ളതാണ്. അവർ ഒരുമിച്ചിട്ടും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും SDPയും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പറയുന്ന ഇടത് വലത് മുന്നണികൾ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനെ സഹായിച്ചിട്ടും നമുക്ക് തീർച്ചയായിട്ടും അതിനെ കൂടി മറികടന്നുകൊണ്ട് വിജയത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് 2025 തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ തിരുവനന്തപുരത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി മറ്റ് സ്ഥലങ്ങളെന്ന് പറയുന്നത്, പർട്ടിക്കുലർലി ഇപ്പോൾ കോൺഗ്രസിന് വലിയ അല്ലെങ്കിൽ UDFിന് വലിയ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടിയൊക്കെ വളരെ ഓപ്പണായിട്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതും. കോൺഗ്രസ് നേതാക്കൾക്ക് പോലും വെൽഫെയർ പാർട്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിനകത്ത് യാതൊരു അഭിമാനക്ഷതവും ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിലുമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തും വടക്കൻ കേരളത്തിലും ഒക്കെ കണ്ടുവരുന്ന വലിയ വിജയമെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും SDPയുടെയും ഒക്കെ പിന്തുണയോടുകൂടി നോക്കൂ, 2020 ഈ കക്ഷികളെല്ലാം ഒരു പരിധിവരെ നിന്നിരുന്നത് ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. കാരണം BJP ജയിച്ചേക്കും എന്നുള്ള ഭയം കാരണം BJPയെ തോൽപ്പിക്കാൻ എന്നോണം ആ വോട്ട് LDFന് എന്നുള്ള തലത്തിലായിരുന്നു ഈ പറയുന്ന വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റേതായിട്ടുള്ള റാഡിക്കൽ ഇസ്ലാം ഓർഗനൈസേഷൻസ് നിന്നിരുന്നത്. പക്ഷേ 2025 എത്തിയപ്പോൾ അവരത് കൃത്യമായിട്ട് UDFിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഷിഫ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനകത്ത് ഇപ്പോൾ ആർക്കാണ് എഡ്ജ് കൊടുക്കുന്നത്, ആരാണ് താഴേക്ക് പോകുന്നത് എന്നുള്ളതിനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്.